ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻറ്റിക് മാസ്റ്ററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെറിയ സ്പൈ ക്യാമറയാണ്. സ്പൈ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വർഷം പഴക്കമുള്ള സ്പൈ ക്യാമറയാണ്. ഇത്രയും ചെറുത് നമ്മുടെ കാർണിവോസ് ആൻറ്റിക് സ്റ്റുഡിയോയിലും ഇല്ല. നമ്മുടെ എന്താ പറയുക, എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സ് കളക്ടേഴ്സിൻ്റെ കയ്യിലും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. വേണ്ട, ഇതാണ് ആ ഒരു ക്യാമറ. ഇത് ജപ്പാനി എന്നുള്ളതാണ്. അതാ ഏകദേശം എൻ്റെ ചെറിയ വിരലിൻ്റെ ഇത്ര ഈ ക്യാമറയുള്ളൂ. ഇതിനകത്ത് ഫിലിമെല്ലാം ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും രസമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ചെറുതാണ്. നമുക്ക് ചെറിയ റോളിൽ തന്നെ ഇവിടെ റോൾ കണക്ട് ചെയ്ത് ഇതിലോട്ട് വെച്ചതിൻ്റെ ശേഷം ഇത് ലോക്ക് ചെയ്തിട്ടാണ് ഇത് പിക്ക് എടുത്തുകൊണ്ടിരുന്നത്. ഇതിലാണ് പിടിച്ച് പിക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പേരൊന്നും റിട്ടേൺ അല്ല. ഇത് ജാപ്പനീസ് മെയ്ഡ് എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. ഇത് വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിയുടെ പേര് ഞാൻ പറയുന്നില്ല, പുള്ളി എനിക്ക് കോൺട്രിബ്യൂഷനായിട്ട് എനിക്ക് തന്നതാണ് ഈ സാധനം. സോ ഇത് ഇത്രയും ചെറുത് നമ്മുടെ കയ്യിലില്ല. ആദ്യമായിട്ട് ഇത് വന്നിരിക്കുന്നു. സോ ഇത് നമ്മുടെ കാർണിവോസ് ആൻറ്റിക് സ്റ്റുഡിയോയിലോട്ട് ലോഡായിരിക്കുന്നു. ഇതിൻ്റെ എല്ലാ വിശദമായ ഡീറ്റെയിൽസ് നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. പിന്നെ പറയാനുള്ള നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ആരെങ്കിലും ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ കാർണിവോസ് ആൻറ്റിക് സ്റ്റുഡിയോ എന്നൊരു പേജ് നേരത്തെ ഉണ്ടായിരുന്നു, അതും ഒന്ന് ഫോളോ ചെയ്യുക. ആൻറ്റിക് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ പഴമയെ തൊട്ടറിയുന്ന വീഡിയോസ് വന്നെത്തുന്നതായിരിക്കും. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഈ ഒരു ചെറിയ മിനിച്ചർ ക്യാമറയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. സോ അത് കഴിഞ്ഞിരിക്കുന്നു. സൈനിങ് ഔട്ട്, നിജേഷ് ചന്ദ്ര. താങ്ക് യു. ബൈ ബൈ. സീ യു അറൗണ്ട്.